പച്ചക്കറി ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റിൽ റെഡിയാക്കാവുന്ന ഒരു കയ്യിലൊഴിച്ച ഒരു പറ ചോറുണ്ട് കേട്ടുള്ളൂ. ഒരു പാലക്കാടൻ സ്പെഷ്യൽ പച്ചമുളക് പച്ചടി, പച്ചമുളക് പുളിപ്പച്ചടി എല്ലാട്ടുള്ളൂ. ഒരു ചെറിയ വീഡിയോ ആണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടുള്ളൂ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടെന്ന് കമൻറ്റും ചെയ്യണം. അപ്പോൾ നമുക്കൊരു 10-12 അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഞെട്ടി വിടാതെ നടുവ ചീന്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് നമുക്കൊരു ചട്ടിയിലിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പുളിപ്പച്ചടി ഉണ്ട് നമ്മൾ പാലക്കാട്ടിൽ, മുളക പച്ചടി എന്ന് പറഞ്ഞിട്ട് അത് വേറെയാണ്, വേറെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുക. അതും നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ, ഇഷ്ടമാവും. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളിപ്പോൾ ചേർത്തി കൊടുക്കും. കാരണം ഉപ്പിട്ടിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ ഉള്ള എരിവും കൂടി നന്നായിട്ട് കുറയും. അപ്പോൾ നമ്മൾ ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് അരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചെരുവിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂൺ പച്ചരിയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ നന്നായിട്ടൊന്ന് കുറുകി വരാൻ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പച്ചരിയാണ് എടുക്കുന്നത്, ഒരു സ്പൂൺ പച്ചരി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ചൊരു 1/4 സ്പൂൺ ജീരകം വേണം, ഒരു 4 മണി കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിനുസായിട്ട് അരച്ചെടുക്കണം. ഇതിൽ നമ്മൾ ചുമന്ന മുളക് പൊടിയോ ഒന്നും ഇടുകയില്ല. ചിലവർ മഞ്ഞപ്പൊടി പോലും ഇടില്ല കേട്ടോ. ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് നല്ല ചന്ത ഉണ്ടാവും കാണാൻ കറിക്ക്. അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിനുസായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ മുളക് വെന്തോന്ന് നോക്കണേ ഇടയ്ക്ക്. നമ്മളുടെ കൂട്ടാൻ നന്നായി തിളക്കുന്നുണ്ട്, പക്ഷേ പച്ചമുളക് വെന്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴും പച്ചയായിട്ട് തന്നെ ഇരിക്കണത്. അത് വേവാൻ ഒരു 2-3 മിനിറ്റ് കൂടി തിളയ്ക്കണം. അത് തിളയ്ക്കട്ടെ. നമുക്ക് അപ്പോഴേക്കും നമ്മളുടെ തേങ്ങ ചെരുവേത് വെച്ചിട്ടില്ല, നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ചെരുവേതും കുരുമുളകും പച്ചരിയും ജീരകം കൂടി നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ടാൻ ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. 1/4 വേവായിട്ടുണ്ട് കേട്ടുള്ളൂ. പച്ചമുളക് നോക്കൂ, കണ്ടോ, 1/4 വേവായിട്ടുണ്ട്. പച്ച കളർ പോയിട്ടില്ല. ഇനി നമുക്ക് തേങ്ങ അരച്ചതിലേക്ക് ഒരു ബൗള് തൈര് കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വല്ലാതെ പുളിച്ച തൈര് വേണ്ട കേട്ടോ, നമ്മുടെ സാധാരണ ഊണ് കഴിക്കാൻ ഉപയോഗിക്കില്ല ആ പുളിയുള്ള തൈര്. അതുകൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായി മിനുസായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ പച്ചമുളക് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ പച്ചമുളക് പച്ചടി എൻ്റെ അമ്മമ്മയുടെ ഒരു സ്പെഷ്യൽ കൂട്ടാനാണ് കേട്ടോ. ഇത് നല്ല കൊണ്ടാട്ടമുളകും നമ്മുടെ കൊണ്ടാട്ടല്ലേ, അരിക്കൊണ്ടാട്ടം ഒക്കെ കൂട്ടിയിട്ട് തൈര് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല പപ്പടമൊക്കെ കൂട്ടിയിട്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ പറയണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ മുളകൊക്കെ നന്നായി വെന്ത് വന്നു. ഇനി നമ്മളതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുത്തു. ഇനി കൈ വിടാതെ ഒന്ന് ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ. ഇത് കൽച്ചട്ടിയും കൂടെ ആയ കാരണം കൈ വിട്ട് കഴിഞ്ഞാൽ പിരിയും. അപ്പോൾ നമ്മൾക്ക് കൈ വിടാണ്ട് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊണ്ടിരിക്കണം. ഇപ്പം നമ്മളുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഞാനത് പെറുക്കി വെച്ചു. ഇനി ഇതിൽ വറുത്തിടണേനും ഒരു ഒത്തിരി പ്രത്യേകത ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ചുമന്ന മുളക് പൊടിയോ ഇതിൽ ഇടില്ല എന്ന്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് പച്ചമുളകാണ് വറുത്തിടാൻ. അപ്പോൾ ഇത് നമ്മുടെ കറി പച്ചരി അരച്ച കാരണം അതുകൊണ്ട് കൊഴുത്ത് വരികയും ചെയ്തു. മുളകൊന്നും ഉടയാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മണമാണ്. പച്ചമുളക് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഒരു മണം അറിയില്ല എന്താണെന്ന്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വറുത്തിടാൻ വേണ്ടത് പച്ചമുളക് തന്നെ ഒരു 2 പച്ചമുളക് അതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ വേണം, പിന്നെ കുറച്ച് കടുകും കൂടി വേണം കേട്ടോ. ഒരു 4 മണി കടുക് വേണം, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ വറുത്തിടാൻ നമുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം. ഒരു 1-1.5 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കടുക് വറുത്തിടാം. അപ്പോൾ ഈ തവയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് വറുത്തിടാം. ഇതെല്ലാം കൂടി ഞാൻ വറുത്തിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചു. നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി പൊട്ടിച്ച് മുളകൊക്കെ ഒന്ന് ഫ്രൈ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പാലക്കാടൻ സ്പെഷ്യൽ പച്ചമുളക് പച്ചടിയാണ് കേട്ടോ. ഇത് നല്ല രസമാണ് ഇത് കഴിക്കാൻ. സാധാരണ നമ്മൾ വെള്ളരിക്ക പച്ചടി അങ്ങനെയൊക്കെ കഴിക്കില്ല, അതുപോലെയല്ല. ഇതിന് നല്ല ചൊടിയാണ്, നല്ല മണമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു പൊട്ട് ശർക്കര ഇടാൻ മറക്കരുത്. തിളയ്ക്കുമ്പോൾ ഇട്ടാലും കുഴപ്പമില്ല, ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ടാലും മതി. ആ ചൂടിൽ നന്നായിട്ട് അലിഞ്ഞ് അതിൽ ചേർന്നോളൂ. അപ്പോൾ ഞാൻ തിളയ്ക്കുമ്പോൾ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാനിതാ ഇപ്പോഴാണ് ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുള്ളൂ. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ പച്ചമുളക് പച്ചടി പാലക്കാടൻ സ്റ്റൈലിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മമ്മയാണ് ഓർമ്മ വന്നത്. അപ്പോൾ നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.